ഞാൻ സത്യം മാത്രം പറയട്ടെ. നിങ്ങൾക്കൊന്നും പെണ്ണ് കെട്ടുന്നതിനെ കുറിച്ച് വല്ല അഭിപ്രായം ഇല്ലല്ലോ. ഇപ്പൊ നമ്മളൊത്ത് കണ്ണ് ഇറങ്ങ്. ഞാൻ ഓറ അങ്ങ് പോയല്ലോടാ. ഞാനാണെങ്കിലേ ഫോൺ നോക്കിയിരിക്കുവായിരുന്നു. എടാ അത് ഞാൻ എന്റെ ഫോൺ നോക്കിയിരിക്കുവാ. എനിക്കൊരു മെസ്സേജ് വന്നടാ. ഓറ അങ്ങ് പോയല്ലോടാ. മൈനസ് ആയല്ലോ. അണ്ണൻ നടന്നാ തന്നെ ഓറയല്ലേ കേട്ടോ. സത്യല്ലേ ഓറ? അണ്ണൻ നടന്നാ ഓറ, ഓടിയോ ഓറ. ഓടിയാ ഓറ, നിന്നാ ഓറ, ഇരുന്നാ ഓറ. അണ്ണോ നടുറോട്ടിൽ നിന്നിട്ട് കൈ കാണിക്ക. എന്തേലും വണ്ടി വില്ലുമോന്റെ ആ ഒരു ഇതുണ്ടോടാ. വില്ലുമോന്റെ ആ ഒരു ഇതുണ്ടോ നീ? എന്താ ദേവക്കുട്ടി എടുക്കാനുള്ള അവളവിടെ ഹലോ കേക്കുന്നുണ്ടോ? അല്ല പറ്റിക്കുവാണല്ലോടാ. ഞാൻ ടാക്സി വിളിക്കാം. ഒന്നുകൊണ്ടും പേടിക്കട്ടെ. ഒരു വണ്ടി ഞാൻ എന്റെ ടാക്സി വന്ന് ബാക്കില്. എടാ എന്റെ ടാക്സി വരുന്നുണ്ട്. വെയിറ്റ് ടാക്സി വരുന്നുണ്ട്. ദേ വരുന്നു അവളെ സർവർ ആടാ ഇവൻ ഉണ്ടാക്കി സർവർ കണ്ടു പറയല്ലേ. ടാക്സി വന്നോണ്ടിരിക്കുകയാണ്. ദേ വരുന്നു. വന്നടാ ടാക്സി. നമ്മുടെ ടാക്സി നമ്മുടെ റോഡ് നടുക്കോട്ട് നിക്കടാ. എന്നാലേ നമുക്ക് അത് ഇടിക്കുക വന്ന് ഇടിച്ച് കളയുന്നു. ആ ടാക്സിയിലെ ഇവനെ ഇറക്കി വിട്. ഞാനാ ഓടിക്കുന്നേ. ഇതെങ്ങനെ ഡ്രൈവറില്ല, അവനാണ് ഓടിക്കുക. എടാ ഇത് ഇവളെ എന്റെ മേത്തെ കേറിയല്ലോടാ. അവനെ കൊല്ലാൻ പറ്റില്ല. ഇവനെ ഇതെന്താണ് ഇവിടെ കേറാൻ പറ്റില്ല? ഇവിടെ കേറാൻ പറ്റില്ലേ? അല്ല അപ്പുറത്തോടെ കുട്ടിക്കുരങ്ങന്റെ മോളിൽ ഇരിക്കുന്നേ. നിങ്ങ മൂന്നാൾ എനിക്ക് ഓടിക്കണ്ടേ? ഡ്രൈവിംഗ് സ്കിൽസ് കാണിക്കണ്ടേ? നിങ്ങളെല്ലാരും ഒന്ന് കേറി എന്നിട്ട് വി ബാക്ക് ടു വെറുതെ ദേവകുട്ടി വണ്ടി സ്റ്റാർട്ട് കൊടുത്തേ. ഞാൻ ആരും പെട്ടെങ്കിലും ബോട്ടിനെ ബോട്ടിനെ കൊല്ലാൻ പറ്റില്ല. എടാ എനിക്ക് ഞാൻ വണ്ടിയിലിരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഇവിടെ ഇന്ന് കാര്യം പറയാം. പറയടാ നാറി. എടാ ഞാനാണോ എന്നെയാണോടാ നീ വിളിച്ചേ? എടാ ജൂടെ ഇറങ്ങി സാവേജ് ഇറങ്ങി. പരിപാടിക്കൊന്നും നിക്കാത്തതാ. ഇത് എന്താണിത്? അണ്ണുകയറ് നിങ്ങളേല് വണ്ടി ഒന്നില്ലേ? ഒരു വണ്ടി വിളിക്കുന്നത്. എടാ അങ്ങനെ ഇതുണ്ടല്ലോ ഇത് എന്നെ കേറ്റി ഇറക്കി നിങ്ങളെ ഞാൻ ഇറങ്ങിയില്ലല്ലോ. ഇവിടെ ആളുണ്ടടാ. അവന് കൊന്നൂടെ? അവനെ കൊല്ലാൻ പറ്റില്ല. ഇത് കൊല്ലാൻ ഇവർക്കൊന്നും ഞാൻ ഒരു തവണ കൂടെ കേറും. വണ്ടി സ്റ്റാർട്ട് എനിക്ക് ഓടിക്കണ്ടേ?
അവൻ ഓടിക്കട്ടെ. എടാ അപ്പൊ ഞാൻ ചോദിച്ചറിയുന്നതിനെ കുറിച്ച് വല്ല താല്പര്യമുണ്ടോ? ഞാൻ ബാക്കിലോട്ട് കഴിക്കണമെന്നില്ല നിങ്ങൾക്ക് ഉറപ്പല്ലേ? ആരൊക്കെ ഇതിനകത്തിരിക്കുന്നത്? വില്ലുമോൻ എന്തോ ഒരു ഡൗട്ട് ഉണ്ട്. എനിക്ക് കല്യാണം കഴിക്കണം നിർബന്ധമൊന്നുമില്ല. ഞാൻ അതല്ലേ ഫൈനൽ ഡിസിഷൻ ആണ്. ലിവിൻ ടുഗദർ ആവാൻ. അതൊന്നും പറ്റത്തില്ല. ഒന്നേ കെട്ടണം അല്ലെങ്കിൽ കളയണം. എന്ത് വർത്താനാണോ എടാ നിങ്ങക്ക് താല്പര്യം? എടാ ഇത് TGL ഏതോ ഒരുത്തിനെ തട്ടിക്കൊണ്ടു പോകാൻ കണ്ടാന്നോ നമ്മളെ? ഇത് നേരെ ടീച്ചറെ കേട്ട് വരുന്നുണ്ട് കേട്ടോ. താല്പര്യം ഇല്ലല്ലോ. ഇത് വ്യൂ കാണാൻ പറ്റില്ല. ഇല്ല മാറ്റില്ല. ഞാൻ ആലോചിച്ച ചന്ദ്രന്റെ കല്യാണം നടത്തിക്കൊണ്ടാലും വേണോ? അത് വേണോ? ചെലപ്പോ ബാക്കിയുള്ളവർക്ക് ഈ കൊടുക്കേ. ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ. അന്നു ചന്ദ്രുവിന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ ഈ അലീനെ ഉള്ളവരടുത്ത് ആരെടുത്തേലും പറഞ്ഞ അല്ല അണ്ണു ഒരു ഡൗട്ട് ഈ അല്ലീനെ അപ്പൊ വീട്ടിൽ കയറ്റേണ്ടി വരില്ലേ ചന്ദ്രുവിന്റെ കല്യാണം? അല്ലല്ല അതാണ് പറഞ്ഞത്. ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഗാങ് ഹൗസിൽ നിന്ന് പുറത്താക്കും. ഒറ്റയ്ക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അണ്ണു ഗാങ് ഹൗസിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു വീട് സൂര്യബോസ് വാങ്ങിച്ചു. അത് ഇതിന് വേണ്ടിക്കാൻ തോന്നുന്നു. വാങ്ങിച്ചെങ്കിൽ വാങ്ങിക്കട്ടാ. നിങ്ങൾക്ക് എന്തോ തോന്നുന്നേ? കല്യാണത്തിനുള്ളൊരു ബന്ധം ഉണ്ടോ? പിന്നെ നമ്മുടെ ഗ്യാങ്ങിൽ കുറച്ചു പേർക്ക് കൊച്ചുങ്ങൾ വരാറായി. അവരെയൊക്കെ അതൊന്നും പറ്റത്തില്ല കേട്ടോ. അതൊക്കെ നിന്റെ കയ്യിൽ. മോബിക്ക് ഒരു കൊച്ചവനെ 5 പിള്ളേരെ. അപ്പൊ അതൊന്ന് സംസാരിക്കണമായിരുന്നു. അലീന ഉണ്ടോ സിറ്റി? അലീനയൊക്കെ പോയി കാണുമല്ലേ? ദേവകുട്ടിക്ക് അറിയാം. ദേവകുട്ടി ബ്രാവോടോ സെക്കൻഡ് ക്യാരക്ടർ വല്ലതാണോ? അപ്പൊ ഞങ്ങള് സ്കൂളല്ലേ അപ്പൊ റേഡിയോയിൽ ഉണ്ടാവില്ല. ഇവർക്ക് ഗേൾസ് റേഡിയോ ഉണ്ട്. കണ്ടിട്ട് കൊറേ നാളെ കണ്ടിട്ട് പോയി കാണുന്നായിട്ട് ബ്രേക്കപ്പ് ആയില്ലേ. പിന്നെ അധികം കേറിയിട്ടില്ല ആള്. ഞാനിങ്ങനെ നന്നായി. എടാ നമ്മളൊക്കെ ഇറങ്ങി തള്ളി കഴിഞ്ഞാൽ ഇത്രയും ഇതിന് സ്പീഡിൽ മുഖത്തുമല്ലോ. അണ്ണുന്റെ മുഖത്തിലെ ഇത് പോയിട്ടുണ്ട് കേട്ടോ. പോയിട്ടുള്ളതല്ല അത് കളർ വണ്ടി പതുക്കെ അതിന്റെ മറ്റേ ടാറ്റു പോലത്തെ സാധനങ്ങളൊക്കെ റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇവനെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? ഇത് നേരെ SRന്റെ ഗ്യാങ് ഹൗസിലോട്ടാണെന്ന് എനിക്ക് സംശയം. എന്നാ പിന്നെ അവിടെ നിന്ന് കയറി നേരെ അവന്റെ വണ്ടിയിൽ താണ്ടടാ. മറ്റേ ഇതൊക്കെ നമ്മുടെ 10 രൂപയ്ക്ക് കിട്ടുന്ന വണ്ടിയാ സിറ്റിയില്. അവന്മാര് വരെ ഇതിനേക്കാളും സ്പീഡിൽ പോകുന്നു. എവിടെ നേരെ ഫ്രണ്ട് ഇറങ്ങിട്ടെ ദേവക്കുട്ടി ഇറക്കി വിട്. ഇത് ഏതൊക്കെ വഴിയാ പോണേ? ഞാൻ മാർക്ക് ചെയ്ത വഴി അണ്ണു ഞാനേ കറക്റ്റ് മാർക്ക് മുതുക്കിലോട്ടാണ് അവൻ തള്ളി തന്നു. ഇനിയിപ്പൊ തിരിഞ്ഞു. അത് പള്ളി ഇത് അണ്ണു പള്ളിയല്ല. അവൻ അടിക്കട്ടെ അവനെ. എങ്ങനെ അടിക്കാൻ? അവൻ ഓടിക്കൊണ്ടിരിക്കല്ലേ. നമ്മൾ ഈ വണ്ടി വെച്ചിട്ട് എങ്ങനെയാണ്? ഫ്രീ ആയിട്ട് കിട്ടുന്ന വണ്ടി. ഇതിനേക്കാളും സ്പീഡ് ഉണ്ടോ കേട്ടോ? ചുമ്മാ ഒന്ന് തള്ളിത്താടാ പുറമെ പയ്യെ തള്ളിത്താടാ. അവന്റെ പരിപാടി. ഷോർട്ട് കട്ട് ഇടിക്കല്ലേടാ. അത് തള്ളി തന്നാ മതിയടാ മോനെ. അങ്ങനെ തന്നെ. എന്റെ പൊന്ന് പിള്ളേരെ ഞാനിവിടെ ഇറങ്ങി നടക്ക. ഇതിലും സ്പീഡിൽ അവിടെ നടന്നെത്തും. വണ്ടിയുടെ പരുവം നോക്ക്. 10 വയസ്സൊക്കെ വയ്ക്കാൻ പറ്റൂല. പിത്തൽജി ചിരിക്കടാ. എന്താണ് പറഞ്ഞേ? പിത്തൽജി അടിച്ച ആപ്പിൾ കണക്കിരിക്കുന്ന ചന്തി വണ്ടിയുടെ. ഇവനിപ്പോ എന്തോ വണ്ടിയുടെ ഇതിനെന്തോ പറയുന്നത്? ഇപ്പൊ ഡിക്കി
കുണ്ടിക്ക് കുണ്ടി നീലിനുണ്ടോടാ അതിനകത്തില്ലല്ലോ. ഇല്ല നീലൻ എന്ത് ചെയ്യടാ? നീലനെ നമ്മൾക്കൊന്നും കിട്ടത്തില്ല. നീലിനെ എവിടാ? നീലൻ വാറിലൊക്കെ വേറാകുമ്പോ വരും അല്ലെങ്കിൽ രാത്രി വരും. രാത്രി നമ്മൾ ആയിട്ടില്ലാത്ത അവനെ നമ്മളൊന്ന് ഇതാക്കണം കേട്ടോ. അവന് എന്തുവാ അണ്ണു നീലന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞിട്ടുണ്ടല്ലേ? ആ അതാ Yes. കഴിഞ്ഞിട്ടുണ്ട് എടാ അവൻ കല്യാണം കഴിഞ്ഞാലും അവൻ വെടിവെക്കുന്നിടത്ത് വെടിവെക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഗ്യാങ്ങിന് വേണ്ടിട്ട്. അല്ലാണ്ട് നമ്മളോ? നിന്റെ കൂട്ട് അന്നാ നമ്മളും കല്യാണം കഴിച്ചു. അണ്ണു നമ്മൾ ഞാനൊക്കെ ആ എത്തി 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 ഓ, ഇനി ഇവിടുന്ന് അവനെ ആ മുറിക്ക് എത്തിക്കാൻ വേണ്ടിട്ട് 1/2 മണിക്കൂർ എടുക്കും. ഓ അവന്റെ ഒരു ഇത് നോക്ക്. വണ്ടി കൊണ്ട് വെച്ചോ ഇവനെ ഒന്ന് കുമ്പിടണമായിരുന്നല്ലോ. നന്ദിയുണ്ടേ. ബിരിയാണി വണ്ടി എടുക്കും.